ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. സാധാരണ നമ്മൾ ബേക്കറിയിലൊക്കെ പോയാൽ അല്ലെങ്കിൽ ചൈനീസ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയാൽ പെട്ടെന്ന് ഏറ്റവും ആദ്യം വാങ്ങുന്ന ഒരു സാധനമായിരിക്കും ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇതുപോലെ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെക്കുന്ന ഇത് പെട്ടെന്ന് തൊലി കളഞ്ഞാൽ കറുത്തു പോകും, അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പം ഇനി ഇത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു സൈസിലായിരിക്കണം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അധികം തിന്നാവരുത്, അധികം കട്ടി അധികം കൂടിയും പോകരുത്. ഇതൊരു കറക്റ്റ് അളവിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി നീളമുള്ള പൊട്ടറ്റോ ആണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നീളമുള്ള ഫ്രഞ്ച് ഫ്രൈസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അത് വേണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പോൾ ഓരോന്നും നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കാം. വെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പോൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇതുപോലെയുള്ള സൈഡ് പാർട്ട് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അതേ മോഡലിൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കണ്ട. വേറെ ഏതെങ്കിലും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കും അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ചേർക്കുന്നുണ്ട്. വെള്ളത്തിലിട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് തുണിയെടുത്ത് ഒന്ന് തുടച്ച് വെച്ചിട്ടുള്ളതാണ്. കാരണം നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ചെറുതായിട്ട്, നന്നായിട്ടല്ല, ചെറുതായിട്ടൊന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത്രയും മതി. ഇതിന് ഒരു 50% ഫ്രൈ ആയി വന്നാൽ മതി. നന്നായിട്ട് ഫ്രൈ ആകണ്ട. നമുക്ക് നല്ല പുറമേ നിന്ന് വാങ്ങുന്ന പോലെയുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിതൊരു 50% കുക്കായാൽ, അതായത് ഫ്രൈ ആയതിനു ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഫ്രിഡ്ജിൽ ഒരു 20 to 30 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെയുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 തവണ ഫ്രൈ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ അതേ ഒരു ടെക്സ്ചർ കിട്ടണം എന്നുണ്ടെങ്കിൽ 2 തവണ ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊരു 50% ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മാറ്റി വെക്കാം.
അപ്പോൾ ഇതിപ്പോൾ ഒരു 50% കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമുക്കിനി അടുത്തതും ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം നമ്മളെല്ലാം ഇതുപോലെ തന്നെ ഹാഫായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 50% കുക്കേ ആയിട്ടുള്ളൂ ഇത്. അപ്പോൾ ഇനി ഇത് നമ്മളിപ്പോൾ ചൂട് തണിഞ്ഞിട്ടുണ്ട്, ചൂടില്ല. ഇനി ഇതിപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ് ഒരു 30 മിനിറ്റ്സ്. കൂടുതൽ വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ അത്രയേ ഞാൻ വെക്കുന്നുള്ളൂ, അത്രയും ടൈമേ ഞാൻ വെക്കുന്നുള്ളൂ. ഇനി അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതേ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ള പൊട്ടറ്റോ ആണ്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഹാഫ് ബോയിൽഡ് ആണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയായിരിക്കാൻ ശ്രദ്ധിക്കുക. തീ കുറച്ച് വെക്കണ്ട, നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെ വെക്കാം. അപ്പോഴാണ് നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുക. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടുള്ള എണ്ണയാണ്, അതുകൊണ്ട് തന്നെ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇതിലെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.